വലിയൊരു ജനവിധി തേടി UDF അധികാരത്തിലേറി ഒരു മാസം തികയുന്നതിനു മുൻപേ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും മുന്നണിയും കടുത്ത ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ഭരണപക്ഷത്തിന്റെ പ്രാരംഭഘട്ടത്തിലെ ആവേശവും മധുവിധ കാലവും അവസാനിച്ചുവെന്ന സൂചനകളാണ് UDFിലെ പ്രബല കക്ഷികളിൽ നിന്നും കോൺഗ്രസിനകത്തു നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ ശൈലിക്കെതിരെ മുന്നണിയിലും പാർട്ടിയിലും അതൃപ്തി പുകയുകയാണ്. VD സതീശനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗിന്റെ ശക്തമായ പിന്തുണയായിരുന്നു. സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്നും മാറി നിൽക്കുമെന്ന കടുത്ത നിലപാട് വരെ ലീഗ് നേതൃത്വം സ്വീകരിച്ചിരുന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുകൾക്ക് വഴിപ്പെടാതെ ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സതീശന്റെ നേതൃത്വത്തിന് കഴിയുമെന്ന് ലീഗിന്റെ കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ തെറ്റുന്നത്. ഭരണത്തിലേറി 30 ദിവസം തികയുന്നതിന് മുൻപ് തന്നെ ലീഗ് കടുത്ത അതൃപ്തിയിലാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശൻ കൈക്കൊള്ളുന്ന പല പ്രധാന തീരുമാനങ്ങളും ലീഗ് നേതൃത്വമായി ആലോചിക്കുന്നില്ലെന്ന പരാതി മുന്നണിയിൽ ശക്തമായി കഴിഞ്ഞു. ലീഗിന്റെ പിന്തുണയോടെ അധികാരത്തിലെത്തിയ സതീശൻ അവരെ തന്നെ അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് ലീഗ് അണികളുടെയും നേതാക്കളുടെയും വികാരം. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വ്യാവസായിക ഡയറക്ടറുടെ നിയമനം. ലീഗ് മന്ത്രിയും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ PK കുഞ്ഞാലിക്കുട്ടിയോട് യാതൊരുവിധ കൂടിയാലോചനകളും നടത്താതെയാണ് മുഖ്യമന്ത്രി ഈ നിർണായകമായ നിയമനം നടത്തിയത്. പരമ്പരാഗതമായി ലീഗ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുന്നത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന ലീഗ് നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ മുന്നിട്ടിറങ്ങിയതും ലീഗിന് ദഹിച്ചിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണത്തിന് കേന്ദ്രം ശ്രമിക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കെ മുന്നണിയിലോ മന്ത്രിസഭയിലോ വിശദമായ ചർച്ചകൾ നടത്താതെ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള സതീശന്റെ നീക്കം ലീഗ് വിയോജിപ്പോടെയാണ് കാണുന്നത്. IAS ഉദ്യോഗസ്ഥരുടെ യോഗം ഗവർണർ വിളിച്ചതും അതിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരോട് വിശദീകരണം ചോദിക്കാത്തതും ലീഗിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പുതിയ മദ്യനയം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടും ലീഗ് കടുത്ത അമർഷത്തിലാണ്. മദ്യവർജനവും മദ്യനിരോധനവും തങ്ങളുടെ പ്രഖ്യാപിത നയമായി കൊണ്ടു നടക്കുന്ന മുസ്ലിം ലീഗുമായി ഒരു വരി പോലും ആലോചിക്കാതെയാണ് സർക്കാർ പുതിയ മദ്യനയത്തിന് രൂപം നൽകിയത്. ഇത് മുന്നണി മര്യാദകളുടെ നഗ്നമായ ലംഘനമാണെന്നാണ് ലീഗ് വിലയിരുത്തുന്നത്. സതീശന് ഈ ശൈലി ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ലീഗ്. തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയെ തന്നെ ബാധിക്കുന്ന തീരുമാനങ്ങൾ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി കൈക്കൊള്ളുമ്പോൾ നോക്കി നിൽക്കാൻ ആകില്ലെന്ന് ലീഗ് നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അനൌദ്യോഗികമായി അറിയിച്ചിരിക്കുന്നതായാണ് പുറത്തുവരുന്ന വാർത്തകൾ. മുന്നണിക്ക് പുറമെ കോൺഗ്രസിനകത്തും സതീശനെതിരെ പടയൊരുക്കം ശക്തമായി കഴിഞ്ഞു. സതീശന്റെ ഏറ്റവും വലിയ ഗുണകാംക്ഷിയായിരുന്ന മുതിർന്ന നേതാവ് VM സുധീരൻ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുൻപും സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ ഏറ്റവും കൂടുതൽ വാദിച്ച വ്യക്തിയായിരുന്നു VM സുധീരൻ. അഴിമതിക്കെതിരായുള്ള പോരാട്ടത്തിലും ആദർശ രാഷ്ട്രീയത്തിലും സതീശൻ വിട്ടുവീഴ്ച ചെയ്യുമെന്ന ഭയമാണ് സുധീരനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സതീശന്റെ സമീപകാല തീരുമാനങ്ങളിൽ ആദർശ ധീരതയില്ലെന്നും അധികാരം തലയ്ക്കു പിടിച്ച അവസ്ഥയിലാണ് മുഖ്യമന്ത്രിയെന്നും സുധീരൻ അടുത്ത വൃത്തങ്ങളോട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇതോടെ സതീശന് പാർട്ടിക്കുള്ളിലെ വലിയൊരു തിരുത്തൽ ശക്തിയാണ് നഷ്ടമായിരിക്കുന്നത്. മറുഭാഗത്ത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും സതീശന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാടിലാണ്. കേരളത്തിലെ പാർട്ടി കാര്യങ്ങളിലും ഭരണത്തിലും തന്റെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന വേണുഗോപാലിന് സതീശന്റെ സ്വതന്ത്രമായ പോക്ക് ഒട്ടും താല്പര്യമില്ല. ഡൽഹി കേന്ദ്രീകരിച്ച് സതീശനെതിരെയുള്ള നീക്കങ്ങൾക്ക് വേണുഗോപാൽ വിഭാഗം തുടക്കമിട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചുരുക്കത്തിൽ UDFിലും കോൺഗ്രസിനകത്തും VD സതീശൻ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന കാഴ്ചയ്ക്കാണ് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത്. ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ സതീശന്റെ ശൈലിക്കെതിരെ ഒന്നിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഹൈക്കമാൻഡിന്റെ പിന്തുണയോടെ ഭരണം നിയന്ത്രിക്കുമെന്ന സതീശന്റെ കണക്കുകൂട്ടലുകൾക്ക് സംസ്ഥാനത്തെ പ്രബല നേതാക്കൾ തടയിടുകയാണ്. ഭരണപരമായ അതൃപ്തിക്ക് പുറമെ UDFിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളായ സാമുദായിക സംഘടനകളും സർക്കാരുമായി അകലുകയാണ്. പുതിയ മദ്യനയത്തിനെതിരെ മുസ്ലിം സാമുദായിക നേതാക്കൾ പരസ്യമായി രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി കഴിഞ്ഞു. മദ്യശാലകളുടെ എണ്ണം കൂട്ടാനും നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനുമുള്ള നീക്കം സമുദായത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. സമാനമായ രീതിയിൽ ക്രൈസ്തവ സഭകളും പുതിയ സർക്കാരിൽ നിന്നും അകലം പാലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിദ്യാഭ്യാസ നയത്തിലും തീരദേശ പരിപാലനത്തിലും തങ്ങളുടെ ആവശ്യങ്ങൾ സതീശൻ സർക്കാർ അവഗണിക്കുന്നു എന്നാണ് സഭയുടെ ആക്ഷേപം. UDFിനെ അധികാരത്തിലേറ്റാൻ തോളോട് തോൾ ചേർന്ന് നിന്ന ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഒരേപോലെ സർക്കാരിനെതിരെ തിരിയുന്നത് മുന്നണിയുടെ ഭാവിയെ തന്നെ ബാധിച്ചേക്കാം. UDFിനെ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിച്ച ഘടകങ്ങളെല്ലാം വെറും ഒറ്റ മാസം കൊണ്ട് സർക്കാരിന് എതിരായി മാറുന്നു എന്നത് രാഷ്ട്രീയ നിരീക്ഷകരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. വോട്ടർമാരുടെ പ്രതീക്ഷകൾക്കൊപ്പം ഉയരാൻ സർക്കാരിന് കഴിയുന്നില്ലെന്ന ആക്ഷേപം പ്രതിപക്ഷം ഇതിനോടകം സജീവ ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട്. അധികാരത്തിന്റെ മധുവിധുക്കാലം അവസാനിച്ചതോടെ മുഖ്യമന്ത്രി VD സതീശന് മുന്നിലുള്ളത് കനൽ പാതകളാണ്. ലീഗിന്റെ കടുത്ത അതൃപ്തി പരിഹരിക്കുകയും കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ ശമിപ്പിക്കുകയും സാമുദായിക സംഘടനകളെ അനുനയിപ്പിക്കുകയും ചെയ്യുക എന്നത് സതീശന് എളുപ്പമാകില്ല.
ഈ ആഭ്യന്തര പ്രതിസന്ധികളെ സതീശൻ എങ്ങനെ നേരിടുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ UDF സർക്കാരിന്റെ ആയുസ്സും മുന്നോട്ടുള്ള പോക്കും.